കൊച്ചിയിലെ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവുകളുടെ ഗരിമയുള്ള ഫോർട്ട് കൊച്ചിയിലെ എൻ്റെ ചെറിയ ഫ്ലാറ്റിൽ 1990കളിലെ ഒരു മഴക്കാലത്താണ് ഈ കഥ തുടങ്ങുന്നത്. പുറത്ത് കർക്കിടക മഴ തകർത്ത് പെയ്യുന്നു. എൻ്റെ സുഹൃത്തായ ശ്രീനാഥ് അയ്യർ ജനാലയ്ക്കൽ നിന്ന് തിമിർത്ത് പെയ്യുന്ന മഴയെ നോക്കി നിൽക്കുകയായിരുന്നു. സാധാരണക്കാർക്ക് കാണാത്തത് കാണുകയും കേൾക്കാത്തത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് ശ്രീനാഥിൻ്റെ പ്രകൃതം. അഞ്ജലി, അടുത്ത 10 മിനിറ്റിനുള്ളിൽ നമുക്കൊരു അതിഥിയുണ്ടാകും. കയ്യിലുള്ള പഴയ വയലിൻ താഴെ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. ഈ പെരുമഴയത്തോ? ആരാണത്? താഴെ പാർക്ക് ചെയ്ത ജീപ്പിൻ്റെ ശബ്ദം നീ കേട്ടില്ലേ? അതിൻ്റെ ഗിയർ മാറ്റുന്ന രീതിയിൽ നിന്നും വേഗതയിൽ നിന്നും അത് ഇൻസ്പെക്ടർ വർഗീസ് ആണെന്ന് മനസ്സിലാക്കാം. അയാളുടെ നടത്തത്തിലെ വേഗത സൂചിപ്പിക്കുന്നത് അയാൾ ഒരു വലിയ കുഴപ്പത്തിലാണ് എന്നാണ്. ശ്രീനാഥ് തൻ്റെ നീണ്ട വിരലുകൾ കൊണ്ട് താടി തടവിക്കൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. നനഞ്ഞൊലിച്ച് അകത്തേക്ക് കടന്നു വന്നത് ഇൻസ്പെക്ടർ വർഗീസ് ആയിരുന്നു. അയാളുടെ മുഖത്ത് ഭയവും ആശയക്കുഴപ്പവും കലർന്നിരുന്നു. ശ്രീനാഥ്, എനിക്കൊരു സഹായം വേണം. ഒരു മരണം നടന്നിരിക്കുന്നു. പക്ഷേ അത് സാധാരണ രീതിയിലല്ല, വർഗീസ് കിതച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീനാഥ് കസേരയിലേക്ക് ചാരിയിരുന്നു. വിശദമായി പറയൂ വർഗീസ്. നഗരത്തിലെ പ്രശസ്തനായ വ്യവസായി മാധവ മേനോൻ്റെ മരണത്തെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത്? വർഗീസ് അമ്പരന്നുപോയി. നിങ്ങളതെങ്ങനെ അറിഞ്ഞു? ഒരു പത്രത്തിലും ആ വാർത്ത വന്നിട്ടില്ലല്ലോ. ശ്രീനാഥ് ചിരിച്ചു. നിങ്ങളുടെ ഷൂസിലെ കളിമണ്ണ് മേനോൻ്റെ പുഴയോരത്തെ ബംഗ്ലാവിലേതാണ്. നിങ്ങളുടെ വിരലിലെ മഷിക്കറകൾ മൃതദേഹത്തിന് സമീപം കണ്ട ഏതോ നിഗൂഢമായ കത്ത് പരിശോധിച്ചതിൽ നിന്നുള്ളതാണ്. പറയൂ ഇൻസ്പെക്ടർ, എന്താണ് ആ കത്തിൽ ഉണ്ടായിരുന്നത്? വർഗീസ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ കഷ്ണം കടലാസ് പുറത്തെടുത്തു. അതിൽ ചുവന്ന മഷിയിൽ ഒരു ചിഹ്നം മാത്രം വരച്ചിരുന്നു. രക്തം ഇറ്റുവീഴുന്ന ഒരു ചതുരംഗക്കരു. മാധവ മേനോൻ മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചതുരംഗ മുറിയിലാണ്. പുറത്തുനിന്നും ആരും വന്നതായി ലക്ഷണമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു കറുത്ത കുതിര തിരികെ വെച്ചിരുന്നു. ശ്രീനാഥിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ എഴുന്നേറ്റ് തൻ്റെ നീളൻ കോട്ട് ധരിച്ചു. അഞ്ജലി, നിന്റെ മെഡിക്കൽ കിറ്റ് എടുത്തോളൂ. ഇതൊരു സാധാരണ കൊലപാതകമല്ല. ഇതൊരു ബുദ്ധിരാക്ഷസൻ്റെ കളിയാണ്. കളി തുടങ്ങിയിരിക്കുന്നു. പുഴയോരത്തെ മാധവ മേനോൻ്റെ ബംഗ്ലാവ്, മംഗലശ്ശേരി നിലയം. മഴയത്ത് ഒരു പ്രേതഭവനം പോലെ നിന്നു. പോലീസുകാർ വീടിന് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. വർഗീസിനൊപ്പം ഞാനും ശ്രീനാഥും വീടിനുള്ളിലേക്ക് കടന്നു. അകത്തെ അന്തരീക്ഷത്തിൽ ചന്ദനത്തിരിയുടെയും പഴയ പുസ്തകങ്ങളുടെയും ഒപ്പം അവ്യക്തമായ ഒരു രാസവസ്തുവിൻ്റെയും മണം തങ്ങി നിന്നിരുന്നു. ശ്രീനാഥ് നേരെ പോയത് മുകളിലത്തെ നിലയിലുള്ള ചതുരംഗ മുറിയിലേക്കാണ്. മുറിയുടെ നടുവിൽ ഒരു വലിയ തേക്ക് മരത്തിൻ്റെ മേശപ്പുറത്ത് ചതുരംഗ പലക ചിതറിക്കിടക്കുന്നു. അതിനടുത്തായി കേരളത്തിലെ പ്രമുഖ വ്യവസായി മാധവ മേനോൻ ഒരു കസേരയിൽ ചരിഞ്ഞു വീണ് കിടക്കുന്നു. ഞാൻ മൃതദേഹം പരിശോധിക്കാനായി അടുത്ത് ചെന്നു. ശ്രീനാഥ് തൻ്റെ കയ്യിലുള്ള ലെൻസ് ഉപയോഗിച്ച് തറയിലെ അടയാളങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അഞ്ജലി, മൃതദേഹത്തിൻ്റെ വായിൽ നിന്നും ആ കറുത്ത കുതിരയെ എടുത്തോ? ശ്രീനാഥ് ചോദിച്ചു. ഞാൻ സൂക്ഷ്മതയോടെ അത് പുറത്തെടുത്തു. അതൊരു സാധാരണ മരത്തിൽ തീർത്ത കരു ആയിരുന്നില്ല. മറിച്ച് വില കൂടിയ ആനക്കൊമ്പിൽ നിർമ്മിച്ചതും കറുത്ത ചായം പൂശിയതുമായിരുന്നു. ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ പോറലുണ്ട് ശ്രീനാഥ്, ഞാൻ നിരീക്ഷിച്ചു. ശരിയാണ്. ശ്രീനാഥ് മേശപ്പുറത്തെ ചതുരംഗ പലകയിലേക്ക് നോക്കി പറഞ്ഞു. നോക്കൂ വർഗീസ്, കളി പകുതിക്ക് വെച്ച് നിന്നുപോയതാണ്. മേനോൻ കളിച്ചുകൊണ്ടിരുന്നത് വെള്ളക്കരുക്കൾ ഉപയോഗിച്ചാണ്. കറുത്ത കരുക്കൾ ഉപയോഗിച്ച് കളിച്ച ആളെവിടെ? ഈ മുറി അകത്തു നിന്ന് പൂട്ടിയതായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതെ ശ്രീനാഥ്, വർഗീസ് പറഞ്ഞു. ജനലുകളെല്ലാം ഗ്രില്ലിട്ടതാണ്. വാതിൽ ഞങ്ങൾ തകർക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ശ്രീനാഥ് പെട്ടെന്ന് മുട്ടുകുത്തി തറയിലിരുന്നു. ചതുരംഗ പലകയുടെ ചുവട്ടിൽ നിന്നും വളരെ ചെറിയ സുതാര്യമായ ഒരു ഗ്ലാസ് കഷ്ണം
അവൻ കണ്ടെടുത്തു. അത് വെളിച്ചത്തിൽ നേരെ പിടിച്ചപ്പോൾ അതിൽ നീല കലർന്ന ഒരു ദ്രാവകത്തിൻ്റെ അംശം കാണാമായിരുന്നു. ഒരു പെർഫ്യൂം കുപ്പി പൊട്ടിയതാണോ? ഞാൻ ചോദിച്ചു. അല്ല അഞ്ജലി, ഇതൊരു ചെറിയ വിഷക്കുപ്പിയുടെ അവശിഷ്ടമാണ്. പക്ഷേ രസകരമായ കാര്യം അതല്ല. ശ്രീനാഥ് മുറിയിലെ വലിയ പുസ്തക ഷെൽഫിന് നേരെ നടന്നു. അവിടെ ഒരൊറ്റ പുസ്തകം മാത്രം അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ദ ആർട്ട് ഓഫ് വാർ. അവൻ ആ പുസ്തകം വലിച്ചതും അത്ഭുതകരമെന്ന് പറയട്ടെ, ആ വലിയ ഷെൽഫ് ഒരു വശത്തേക്ക് നീങ്ങി. പിന്നിൽ ഒരു ചെറിയ രഹസ്യവാതിൽ തെളിഞ്ഞു വന്നു. ഇടുങ്ങിയ ഒരു തുരങ്കം. ശ്രീനാഥ് മന്ദഹസിച്ചു. ഇത് പുഴയിലേക്കാണ് നീളുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു വർഗീസ്. നിങ്ങളുടെ കൊലയാളി ഈ വാതിലിലൂടെ അല്ല വന്നത്, മറിച്ച് ഈ വാതിലിലൂടെയാണ് അയാൾ പോയത്. അപ്പോൾ അയാൾ വന്നതോ? വർഗീസ് അന്തം വിട്ട് ചോദിച്ചു. ശ്രീനാഥ് ആ മുറിയിലെ വലിയ ക്ലോക്കിന് നേരെ വിരൽ ചൂണ്ടി. അതിൻ്റെ സമയം 11:15 നിശ്ചലമായിരുന്നു. അയാൾ വന്നത് ഒരു അതിഥിയായിട്ടല്ല, മറിച്ച് മേനോന് ഏറ്റവും വിശ്വാസമുള്ള ഒരാളായിട്ടാണ്. നോക്കൂ, മേശപ്പുറത്ത് 2 കപ്പ് ചായയുണ്ട്. ഒന്ന് മേനോൻ്റേത്, മറ്റൊന്ന്... ശ്രീനാഥ് ആ രണ്ടാമത്തെ കപ്പെടുത്ത് മണത്തു നോക്കി. അവൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവമായി. അഞ്ജലി, മേനോൻ മരിച്ചത് വിഷം ഉള്ളിൽ ചെന്നല്ല. അയാൾ മരിച്ചത് ഭയം കൊണ്ടാണ്. ഈ കപ്പിൽ അവശേഷിക്കുന്നത് വെറും ചായയല്ല, മറിച്ച് ഇളം ചൂടുള്ള പാലാണ്. മേനോൻ രാത്രി പാൽ കുടിക്കാറില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി പറയുന്നു. അപ്പോൾ ഈ പാൽ ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു? ആ രഹസ്യവാതിൽ തുറന്നപ്പോൾ കണ്ടത് ഇരുട്ട് നിറഞ്ഞ ഇടുങ്ങിയ ഒരു ഗോവണിയായിരുന്നു. ശ്രീനാഥ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ടോർച്ച് എടുത്ത് തെളിച്ചു. പൊടി പിടിച്ച ആ പടികളിൽ വ്യക്തമായ പാടുകളുണ്ടായിരുന്നു. നോക്കൂ അഞ്ജലി, ഒരാൾ ഓടിയിറങ്ങിയതിൻ്റെ അടയാളം. ശ്രീനാഥ് താഴേക്ക് വിരൽ ചൂണ്ടി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാൽപ്പാടുകൾ ഒരല്പം വിചിത്രമാണ്. വലതുകാൽ പതിഞ്ഞിരിക്കുന്നത് നേരെയാണ്, എന്നാൽ ഇടതുകാൽ പതിയുന്നത് പുറംഭാഗം ചെരിഞ്ഞാണ്. നമ്മുടെ കൊലയാളിക്ക് ഇടതുകാലിന് ചെറിയൊരു വൈകല്യമുണ്ട്. അല്ലെങ്കിൽ അയാൾ ഒരു പ്രത്യേകതരം ഷൂസാണ് ധരിക്കുന്നത്. ഞങ്ങൾ ഗോവണി ഇറങ്ങി താഴെ എത്തിയത് പുഴയോരത്തെ ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ്. പുഴയിലെ വെള്ളം കറുത്ത മഷി പോലെ ഒഴുകുന്നു. അവിടെ ഒരു വള്ളം കെട്ടിയിരുന്നതിൻ്റെ പാടുകൾ മണ്ണിൽ തെളിഞ്ഞു കണ്ടു. വൈകിപ്പോയി, അയാൾ രക്ഷപ്പെട്ടു, വർഗീസ് നിരാശയോടെ പറഞ്ഞു. പക്ഷേ ശ്രീനാഥ് ഒന്നിനും ഉത്തരം നൽകിയില്ല. അവൻ ആ ബോട്ട് കടവിൽ വീണുകിടന്ന ഒരു ചെറിയ തുണിക്കഷ്ണം ശ്രദ്ധിക്കുകയായിരുന്നു. അതൊരു പട്ടുറുമാലൊക്കെ ആയിരുന്നു. അതിൽ സ്വർണ്ണ നൂൽ കൊണ്ട് എസ് എന്ന അക്ഷരം തുന്നിച്ചേർത്തിരുന്നു. യെസ്, സന്ദീപ്, ശിവൻ, അതോ മറ്റാരെങ്കിലും? ഞാൻ ആലോചിച്ചു. അല്ല അഞ്ജലി, ഇതൊരു പേരിൻ്റെ ആദ്യാക്ഷരമല്ല. ശ്രീനാഥ് ആ തുണിക്കഷ്ണം മണത്തു നോക്കി. ഇതിൽ വില കൂടിയ ഒരു തരം ലാവൻഡർ സെൻറ്റിൻ്റെ മണമുണ്ട്. കൂടാതെ ഇതിൽ ചെറിയൊരു രാസവസ്തുവിൻ്റെ കറയുമുണ്ട്. ഇത് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ നൈട്രേറ്റ് ആണ്. ശ്രീനാഥ് പെട്ടെന്ന് വർഗീസിന് നേരെ തിരിഞ്ഞു. വർഗീസ്, മാധവ മേനോന് മക്കളുണ്ടോ? ഉണ്ട്, ഏക മകൻ സിദ്ധാർത്ഥ് മേനോൻ. പക്ഷേ അയാൾ കഴിഞ്ഞ 2 വർഷമായി ലണ്ടനിലാണ്. ഇന്നലെ രാത്രിയാണ് അയാൾ കൊച്ചിയിൽ തിരിച്ചെത്തിയത് എന്ന് കേൾക്കുന്നു. വർഗീസ് മറുപടി നൽകി. സിദ്ധാർത്ഥ്, യെസ്, ഞാൻ ആവേശത്തോടെ പറഞ്ഞു. അത്ര പെട്ടെന്ന് നിഗമനങ്ങളിൽ എത്തരുത് അഞ്ജലി, ശ്രീനാഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. പക്ഷേ അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യമുണ്ട് ഇൻസ്പെക്ടർ. മേനോൻ്റെ ആ ചതുരംഗ മുറിയിൽ കണ്ട കുതിരയുടെ കരു, അത് മേനോൻ്റെ സെറ്റിൽ ഉള്ളതല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മേനോൻ്റെ മുറിയിലെ ചതുരംഗ പലകയിലെ കരുക്കൾ എല്ലാം മരത്തിൽ തീർത്തതാണ്. എന്നാൽ കൊലയാളി വായിൽ തിരുകിയ ആ കരു ആനക്കൊമ്പിൽ ഉള്ളതായിരുന്നു. അതായത് കൊലയാളി കരുക്കൾ കരുതിക്കൂട്ടിയാണ് വന്നത്. കളി അയാൾ മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ശ്രീനാഥ് വീണ്ടും ആ പട്ടുറുമാലിലേക്ക് നോക്കി. ഇനി നമുക്ക് സിദ്ധാർത്ഥ് മേനോനെ കാണണം. പക്ഷേ അയാൾ എവിടെ ഉണ്ടാകും? പെട്ടെന്ന് ബംഗ്ലാവിനുള്ളിൽ നിന്നും ഒരു നിലവിളി കേട്ടു. ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് ഓടി.
അവിടെ മാധവ മേനോൻ്റെ ലൈബ്രറിയിൽ ഒരു യുവാവ് തകർന്നു നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. അയാളുടെ ഇടതുകാൽ അല്പം വലിച്ചാണ് അയാൾ നടക്കുന്നത്. അതാണ് സിദ്ധാർത്ഥ്, വർഗീസ് രഹസ്യമായി പറഞ്ഞു. ശ്രീനാഥ് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നു. സിദ്ധാർത്ഥ് അവനെ ഭയത്തോടെ നോക്കി. ശ്രീനാഥ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മുല്ലപ്പൂവും ചതുരംഗക്കരുവും സിദ്ധാർത്ഥിന് നേരെ പിടിച്ചു. സിദ്ധാർത്ഥ്, നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ? ശ്രീനാഥ് ശാന്തമായി ചോദിച്ചു. സിദ്ധാർത്ഥിൻ്റെ മുഖം വിളറി. ഞാൻ വന്നിട്ട് അധിക നേരമായില്ല. അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി. പക്ഷേ സിദ്ധാർത്ഥ്, ശ്രീനാഥ് അവൻ്റെ ഷൂസിലേക്ക് നോക്കി. നിങ്ങളുടെ ഷൂസിലെ ചെളി ഈ മുറ്റത്തേതല്ല, ഇത് പുഴയോരത്തെ ആ ചതുപ്പ് നിലത്തിലേതാണ്. നിങ്ങൾ ആ രഹസ്യ തുരങ്കം വഴി അകത്തേക്ക് വരികയായിരുന്നില്ലേ? സിദ്ധാർത്ഥ്, ശ്രീനാഥ് വളരെ താഴ്ന്ന എന്നാൽ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ പുഴയോരത്തെ കടവിലൂടെ വരുന്നത് എൻ്റെ ഈ സുഹൃത്ത് ഡോക്ടർ അഞ്ജലി നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. അവൻ എന്നെ ഒന്ന് നോക്കി കണ്ണിറുക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒന്നും കണ്ടിരുന്നില്ല, പക്ഷേ അതവൻ്റെ ഒരു തന്ത്രമായിരുന്നു. നിങ്ങളുടെ കോട്ടിൻ്റെ കൈമുട്ടിൽ പറ്റിയിരിക്കുന്ന ആ വെളുത്ത പാടുകൾ ആ തുരങ്കത്തിലെ ചുണ്ണാമ്പ് കല്ലുകളുടേതാണ്. സിദ്ധാർത്ഥ് പെട്ടെന്ന് തളർന്ന് ഒരു കസേരയിലേക്ക് ഇരുന്നു. അതെ, ഞാൻ ആ വഴി വന്നത് സത്യമാണ്. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. ഞാൻ എത്തുമ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ വഴി ഒളിച്ചു വന്നത്? എന്തിനാണ് വീണ്ടും ഓടിപ്പോകാൻ ശ്രമിച്ചത്? ഇൻസ്പെക്ടർ വർഗീസ് ആക്രോശിച്ചു. എനിക്ക് ഭയമായിരുന്നു. അച്ഛനെ ആരോ കൊന്നതാണെന്ന് എനിക്കറിയാം. ലണ്ടനിൽ വെച്ച് എനിക്ക് ചില ഭീഷണി കത്തുകൾ ലഭിച്ചിരുന്നു. പഴയ കടം വീട്ടാൻ സമയമായിരിക്കുന്നു എന്നായിരുന്നു അതിൽ. അച്ഛൻ അപകടത്തിലാണെന്ന് കരുതിയാണ് ഞാൻ ആരും അറിയാതെ എത്തിയത്. പക്ഷേ സിദ്ധാർത്ഥ് വിതുമ്പി. ശ്രീനാഥ് സിദ്ധാർത്ഥിൻ്റെ അരികിലേക്ക് നടന്നു. സിദ്ധാർത്ഥ്, നിങ്ങളുടെ കയ്യിലുള്ള ആ പട്ടുറുമാൽ ഒന്ന് തരാമോ? സിദ്ധാർത്ഥ് തൻ്റെ പോക്കറ്റിൽ തിരഞ്ഞു. അത് എൻ്റെ കയ്യിലില്ല, എവിടെയോ നഷ്ടപ്പെട്ടു. ശ്രീനാഥ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എസ് എന്ന് തുന്നിയ ഉറുമാൽ പുറത്തെടുത്തു. ഇതാണോ അത്? അതെ. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് പുഴക്കടവിലുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ മണം, ഇത് ലാവൻഡർ അല്ല, അതൊരു തരം ക്ലോറോഫോം കലർന്ന മിശ്രിതമാണ്. സിദ്ധാർത്ഥ്, നിങ്ങൾ മുറിയിലെത്തിയപ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സിദ്ധാർത്ഥ് ഒന്ന് ആലോചിച്ചു. ഞാൻ മുറിയിലേക്ക് കയറിയപ്പോൾ കറുത്ത കോട്ട് ധരിച്ച ഒരാൾ ജനലിലൂടെ ചാടുന്നത് കണ്ടു. അയാളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ അയാളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ എന്നെ തള്ളി വീഴ്ത്തി രക്ഷപ്പെട്ടു. ശ്രീനാഥ് പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവൻ ആ മുറിയിലുണ്ടായിരുന്ന ചതുരംഗ പലകയിലേക്ക് വീണ്ടും നോക്കി. വർഗീസ്, ഈ ബോർഡിൽ ഒരു കറുത്ത മന്ത്രി കുറവാണ്. കൊലയാളി കുതിരയെ വെച്ചു, പക്ഷേ മന്ത്രിയെ കൊണ്ടുപോയി. അതിനെന്താണ് ഇത്ര പ്രാധാന്യം? ഞാൻ ചോദിച്ചു. ചതുരംഗത്തിൽ മന്ത്രിയാണ് ഏറ്റവും ശക്തമായ കരു. മന്ത്രിയെ നഷ്ടപ്പെടുക എന്നാൽ കളി തോറ്റു എന്നാണ് അർത്ഥം. കൊലയാളി മാധവ മേനോനെ കൊന്നത് ഒരു വലിയ കളിയുടെ ഭാഗമായാണ്. ആ കളി തുടങ്ങിയിട്ടേയുള്ളൂ. ശ്രീനാഥ് മുറിയുടെ മൂലയിൽ ഇരുന്നിരുന്ന ഒരു പഴയ ഗ്രാമഫോൺ ശ്രദ്ധിച്ചു. അതിൽ ഒരു റെക്കോർഡ് പകുതിക്ക് വെച്ച് നിന്നിരുന്നു. അവൻ അത് പ്രവർത്തിപ്പിച്ചു. മുറിയിൽ ഭയാനകമായ ഒരു ചിരി മുഴങ്ങിക്കേട്ടു. അത് മാധവമേനോൻ്റെ ശബ്ദമായിരുന്നില്ല. ഇത് റെക്കോർഡ് ചെയ്തതാണ്, ശ്രീനാഥ് പറഞ്ഞു. കൊലയാളി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രം. പക്ഷേ ശ്രദ്ധിക്കൂ, റെക്കോർഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കപ്പലിൻ്റെ സൈറൺ മുഴങ്ങുന്നത് കേൾക്കാമായിരുന്നു. ശ്രീനാഥ് എൻ്റെ നേരെ തിരിഞ്ഞു. അഞ്ജലി, ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് അടുത്തിടെ വന്ന വിദേശ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഉടൻ കണ്ടെത്തണം. കൊലയാളി കരയിലല്ല, കടലിലാണ് ഒളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പുറത്ത് ഒരു വെടിയൊച്ച കേട്ടു. ഞങ്ങളെല്ലാവരും ഞെട്ടി പുറത്തേക്ക് നോക്കി. സിദ്ധാർത്ഥിനെ കാവൽ നിന്നിരുന്ന ഒരു പോലീസുകാരൻ തറയിൽ വീണ് കിടക്കുന്നു. മങ്ങിക്കാണുന്ന ഇരുട്ടിൽ ഒരാൾ പുഴയിലേക്ക് ചാടുന്നത് ഞങ്ങൾ കണ്ടു.
അവിടെ ആ തെങ്ങിൻ കൂട്ടങ്ങൾക്കിടയിലൂടെ വർഗീസ് തൻ്റെ സർവീസ് റിവോൾവർ ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. പുഴയുടെ തീരത്തുകൂടി കറുത്ത വസ്ത്രം ധരിച്ച രൂപം അതിവേഗം ഓടുന്നുണ്ടായിരുന്നു. ശ്രീനാഥ് തൻ്റെ നീളൻ കാലുകൾ കൊണ്ട് വലിയ ചുവടുകൾ വെച്ച് അയാളെ പിന്തുടർന്നു. പക്ഷേ പുഴക്കരയിലെ കണ്ടൽക്കാടുകൾക്കിടയിൽ ആ രൂപം അപ്രത്യക്ഷമായി. ഒരു മോട്ടോർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. രക്ഷപ്പെട്ടു! വർഗീസ് ദേഷ്യത്തോടെ നിലത്തു ചവിട്ടി. അവൻ പുഴ വഴി കായലിലേക്ക് കടന്നു. ശ്രീനാഥ് അവിടെ നിശ്ചലനായി നിന്നു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ലെൻസ് എടുത്ത് മണ്ണിൽ വീണ് കിടക്കുന്ന എന്തോ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അവൻ രക്ഷപ്പെട്ടതല്ല വർഗീസ്, അവൻ നമ്മളെ വഴിതിരിച്ചു വിട്ടതാണ്, ശ്രീനാഥ് പറഞ്ഞു. അവൻ നിലത്തുനിന്ന് എടുത്തത് ഒരു ചെറിയ തടിക്കഷ്ണമായിരുന്നു. അതൊരു ചതുരംഗ കരുവിൻ്റെ ഭാഗമായിരുന്നു, കറുത്ത മന്ത്രിയുടെ കിരീടം. ഇത് അവൻ മനഃപൂർവ്വം ഇട്ടതാണ്. അവൻ നമ്മളെ തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ്, ശ്രീനാഥ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തിരികെ ബംഗ്ലാവിലേക്ക് നടന്നു. സിദ്ധാർത്ഥ് മേനോൻ ഭയന്ന് വിറച്ച് ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീനാഥ് നേരെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നു. സിദ്ധാർത്ഥ്, നിങ്ങളുടെ അച്ഛനും ലണ്ടനിലെ സിൽവർ നൈറ്റ് എന്ന ക്ലബും തമ്മിൽ എന്താണ് ബന്ധം? ശ്രീനാഥ് പെട്ടെന്ന് ചോദിച്ചു. സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. അത് ലണ്ടനിലെ ഒരു പഴയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ്. അച്ഛൻ പണ്ട് അതിൻ്റെ പാർട്ട്ണറായിരുന്നു. പക്ഷേ 20 വർഷം മുമ്പ് അത് പൂട്ടിപ്പോയതാണ്. പൂട്ടിപ്പോയതല്ല, ആ തകർച്ചയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ജോസഫ് ഡിക്രോസ് അല്ലേ? ശ്രീനാഥ് സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സിദ്ധാർത്ഥ് തല താഴ്ത്തി. അതെ, ജോസഫ് അങ്കിൾ എല്ലാം നഷ്ടപ്പെട്ട് കടലിൽ ചാടി മരിച്ചു. പക്ഷേ അതിന് അച്ഛനുമായി എന്ത് ബന്ധം? ബന്ധമുണ്ട്. ശ്രീനാഥ് എന്നെ നോക്കി. അഞ്ജലി, നീ ആ കപ്പലിൻ്റെ കാര്യം തിരക്കിയോ? അതെ ശ്രീനാഥ്, എസ് ലാവൻഡർ എന്നൊരു ചരക്കു കപ്പൽ ഇന്ന് വൈകുന്നേരം കൊച്ചി തുറമുഖത്ത് അടുത്തിട്ടുണ്ട്. അത് വരുന്നത് ലണ്ടനിൽ നിന്നാണ്. ശ്രീനാഥ് ഒന്ന് ചിരിച്ചു. കൊലയാളി ആ കപ്പലിലുണ്ട്. ജോസഫ് ഡിക്രൂസിന് ഒരു മകനുണ്ടായിരുന്നു. അവൻ ചതുരംഗത്തിൽ അഗ്രഗണ്യനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ പേര്... ശ്രീനാഥ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് വർഗീസിൻ്റെ വയർലെസ് സെറ്റിൽ ഒരു സന്ദേശം വന്നു. സർ, മാധവ മേനോൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് രാമചന്ദ്രനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വായിലൊരു കറുത്ത മന്ത്രി തിരുകി വെച്ചിട്ടുണ്ട്. ശ്രീനാഥ് തൻ്റെ കോട്ടിൻ്റെ കോളർ ശരിയാക്കി. അടുത്ത നീക്കം കഴിഞ്ഞു. ഇനി കളി നമ്മുടേതാണ്. അഞ്ജലി, വർഗീസ്, നമുക്ക് ആ കപ്പലിലേക്ക് പോകണം. പക്ഷേ പോലീസായിട്ടല്ല, കൊലയാളിയെ കാത്തിരിക്കുന്ന ഇരകളായിട്ട്. ശ്രീനാഥും ഞാനും സാധാരണ വേഷത്തിലായിരുന്നു. വർഗീസ് തൻ്റെ പോലീസ് സേനയുമായി കപ്പലിനു ചുറ്റും രഹസ്യമായി നിലയുറപ്പിച്ചു. കപ്പലിൻ്റെ ഡെക്കിലേക്ക് കയറുമ്പോൾ ശ്രീനാഥ് എൻ്റെ കാതുകളിൽ മന്ത്രിച്ചു. അഞ്ജലി, നിന്റെ കയ്യിലുള്ള അനസ്തേഷ്യ ഗൺ തയ്യാറാക്കി വെച്ചോളൂ. നമ്മൾ നേരിടാൻ പോകുന്നത് ഒരു സാധാരണ കുറ്റവാളിയെയല്ല, പകരം ഒരു ഗ്രാൻഡ് മാസ്റ്ററെയാണ്. കപ്പലിനുള്ളിൽ ലാവൻഡർ സെൻറ്റിൻ്റെയും എൻജിൻ ഓയിലിൻ്റെയും സമ്മിശ്രമായ മണം പടർന്നു കിടന്നു. കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ മുറി ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നീങ്ങിയത്. അവിടുത്തെ വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് മങ്ങിയ വെളിച്ചത്തിൽ ഒരാൾ പുറംതിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു ചതുരംഗ പലകയിലേക്ക് നോക്കി ആലോചനയിലാണ്. സ്വാഗതം ശ്രീനാഥ് അയ്യർ, ആ രൂപം തിരിയാതെ തന്നെ പറഞ്ഞു. അയാളുടെ ശബ്ദം ഒരു കല്ലറയ്ക്കുള്ളിൽ നിന്നെന്ന പോലെ മുഴക്കമുള്ളതായിരുന്നു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു മികച്ച കളിക്കാരനു മാത്രമേ മറ്റൊരു കളിക്കാരൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. അയാൾ സാവധാനം കസേര തിരിച്ചു. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ്. തീക്ഷ്ണമായ കണ്ണുകൾ, വിളറിയ മുഖം. സിദ്ധാർത്ഥ് മേനോൻ്റെ ഏകദേശം അതേ പ്രായം. നീൽ ഡിക്രൂസ്, ശ്രീനാഥ് ശാന്തനായി പറഞ്ഞു. ജോസഫ് ഡിക്രൂസിൻ്റെ മകൻ. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീ പ്രതികാരം പൂർത്തിയാക്കാൻ എത്തിയിരിക്കുന്നു. നീൽ ഒന്ന് ചിരിച്ചു. പ്രതികാരമോ? അല്ല ശ്രീനാഥ്, ഇതൊരു നീതി നിർവഹണമാണ്. എൻ്റെ അച്ഛനെ ചതിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട മാധവ മേനോനും അതിന് നിയമസഹായം നൽകിയ വക്കീലും മരിക്കേണ്ടവർ തന്നെയായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ്, ഞാൻ ചോദിച്ചു, അവൻ എന്ത് പിഴച്ചു? അവൻ ഈ കളിയുടെ അവസാനത്തെ കരുവാണ്. ചെക്ക് മേറ്റ് നടത്തുമ്പോൾ
രാജാവിനൊപ്പം മന്ത്രിയും വീഴണം. നീൽ തൻ്റെ കയ്യിലിരുന്ന റിമോട്ട് കൺട്രോൾ ഉയർത്തിക്കാട്ടി. ഈ കപ്പലിൽ ടൺ കണക്കിന് വെടിമരുന്നുണ്ട്. സിദ്ധാർത്ഥ് ഇപ്പോൾ ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ശ്രീനാഥ് ഒരടി മുന്നോട്ട് വെച്ചു. നീ ഒരു തെറ്റ് ചെയ്തു നീൽ. ചതുരംഗത്തിൽ നീ നിന്റെ മന്ത്രിയെ നേരത്തെ തന്നെ പുറത്തിറക്കി. മാധവമേനോൻ്റെ വക്കീലിനെ കൊല്ലാൻ നീ പോയപ്പോൾ നിന്റെ ഈ കപ്പലിലെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ഒരാളെ അയച്ചിരുന്നു. നീലിൻ്റെ മുഖത്തെ ആത്മവിശ്വാസം അല്പം മങ്ങി. ആരെ? ഇൻസ്പെക്ടർ വർഗീസിനെ അല്ല. ശ്രീനാഥ് പുഞ്ചിരിച്ചു. ഞാൻ അയച്ചത് ഈ കപ്പലിലെ യഥാർത്ഥ ക്യാപ്റ്റനെയാണ്. നീ തടവിലാക്കിയ ക്യാപ്റ്റൻ ഇപ്പോൾ മോചിതനായി കഴിഞ്ഞു. നിന്റെ റിമോട്ട് ഇപ്പോൾ പ്രവർത്തിക്കില്ല. നീൽ രോഷത്തോടെ എഴുന്നേറ്റു. തൻ്റെ കോട്ടിനുള്ളിൽ നിന്നും അവനൊരു ചെറിയ പിസ്റ്റൾ പുറത്തെടുത്തു. പക്ഷേ അതിവേഗം ശ്രീനാഥ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചതുരംഗപ്പലകയിലെ ഒരു കരുവെടുത്ത് അവൻ്റെ കൈ ലക്ഷ്യമാക്കി എറിഞ്ഞു. കൃത്യം അവൻ്റെ കൈത്തണ്ടയിൽ തന്നെ അത് കൊണ്ടു. പെട്ടെന്ന് കപ്പലിൻ്റെ സൈറൺ മുഴങ്ങി. ചുറ്റും പോലീസിൻ്റെ വിളക്കുകൾ തെളിഞ്ഞു. നീ തോറ്റിരിക്കുന്നു നീൽ, ശ്രീനാഥ് പറഞ്ഞു. പക്ഷേ നീൽ കീഴടങ്ങാൻ തയ്യാറായില്ലായിരുന്നു. അവൻ മുറിയിലെ ജനൽ തകർത്ത് കടലിലേക്ക് ചാടി. നീൽ ഡിക്രൂസ് കടലിലെ തിരമാലകൾക്കിടയിൽ അപ്രത്യക്ഷമായോ? അതോ ഇതൊരു വലിയ കെണിയുടെ ഭാഗമായിരുന്നു? സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ ശ്രീനാഥിന് കഴിയുമോ? കപ്പലിൻ്റെ എൻജിൻ റൂമിന് താഴെയുള്ള ഒരു ചെറിയ സ്റ്റോർ റൂമിലാണ് സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ വായ മൂടിക്കെട്ടി അവൻ തറയിൽ കിടക്കുകയായിരുന്നു. അവൻ്റെ നെഞ്ചിന് തൊട്ടടുത്തായി ഒരു ഡിജിറ്റൽ ടൈമർ ഘടിപ്പിച്ച സ്ഫോടക വസ്തു മിന്നിക്കൊണ്ടിരിക്കുന്നു. 3:45, 3:44. സമയം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീനാഥ് സൂക്ഷിക്കണം, ഞാൻ വിളിച്ചു പറഞ്ഞു. ഇതൊരു സങ്കീർണമായ സർക്യൂട്ടാണ്. വർഗീസും സംഘവും അവിടേക്ക് ഓടിയെത്തി. ബോംബ് സ്ക്വാഡ് വരാൻ 10 മിനിറ്റെങ്കിലും എടുക്കും. നമുക്ക് ഉടനെ കപ്പൽ ഒഴിയണം, വർഗീസ് പരിഭ്രാന്തിയോട് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാം അവസാനിക്കും. ശ്രീനാഥ് തറയിലിരുന്ന് ആ ബോംബ് സൂക്ഷ്മമായി പരിശോധിച്ചു. നീൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. അവൻ ഒരു കളിയും അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കില്ല. ഈ ബോംബിലും ഒരു ചതുരംഗ പ്രഹേളികയുണ്ട്. ബോംബിൻ്റെ ഡിസ്പ്ലേയിൽ 4 വ്യത്യസ്ത നിറങ്ങളിലുള്ള വയറുകൾ ഉണ്ടായിരുന്നു. ചുവപ്പ്, നീല, കറുപ്പ്, വെള്ള. അതിനോടൊപ്പം ചെറിയൊരു സ്ക്രീനിൽ ഒരു സന്ദേശം തെളിഞ്ഞു നിന്നു. കുതിരയുടെ അവസാനത്തെ നീക്കം എവിടെ? ശ്രീനാഥ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു. മാധവമേനോൻ്റെ വായിൽ നീൽ വെച്ചിരുന്ന ആ കുതിരയുടെ കരു ശ്രീനാഥ് പെട്ടെന്ന് ഓർത്തെടുത്തു. അഞ്ജലി, ആ കരുവിൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗിൽ നിന്നും ആ കരു പുറത്തെടുത്തു. അതിൻ്റെ അടിയിൽ വളരെ ചെറുതായി B3 എന്ന് കൊത്തിവെച്ചിരുന്നു. B3 ചതുരംഗപ്പലയിലെ ഒരു കളം. ശ്രീനാഥ് വേഗത്തിൽ കണക്കുകൂട്ടി. ചതുരംഗപ്പലകയിൽ B3 എന്നത് ഒരു കറുത്ത കളമാണ്. അതുകൊണ്ട് അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കത്രിക എടുത്ത് കറുത്ത വയർ മുറിച്ചു. ടൈമർ നിശ്ചലമായി. 00:12 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ മരണം വഴിമാറി. സിദ്ധാർത്ഥിനെ മോചിപ്പിച്ച ശേഷം ഞങ്ങൾ തെക്കിലേക്ക് തിരികെ എത്തി. കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമായിരുന്നു. വർഗീസ് കടലിലേക്ക് നോക്കി പറഞ്ഞു. ഇത്രയും ഉയരത്തിൽ നിന്ന് വീണാൽ നീൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. തിരച്ചിൽ തുടരുന്നുണ്ട്. ശ്രീനാഥ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ കടൽ തീരത്തെ ദൂരെയുള്ള ലൈറ്റ് ഹൗസിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു. നീൽ ഡിക്രൂസ് ഒരു കളി തോൽക്കുമ്പോൾ രാജാവിനെ താഴെ വെക്കുന്ന കൂട്ടത്തിലല്ല അഞ്ജലി, ശ്രീനാഥ് ഗൗരവത്തോടെ പറഞ്ഞു. അവൻ കടലിലേക്ക് ചാടിയത് മരിക്കാനല്ല, മറിച്ച് കളി മറ്റൊരു ബോർഡിലേക്ക് മാറ്റാനാണ്. നോക്കൂ. ശ്രീനാഥ് കപ്പലിൻ്റെ കൈവരിയിൽ പറ്റിയിരുന്ന ഒരു ചെറിയ നനഞ്ഞ തുണിക്കഷ്ണം ഉയർത്തിക്കാട്ടി. അത് നീൽ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതൊരു ലൈഫ് ജാക്കറ്റിൻ്റെ കഷ്ണമായിരുന്നു. അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. ആ ലൈറ്റ് ഹൗസിന് സമീപം അവനെ കാത്ത് ഒരാൾ ഉണ്ടാകണം. ഈ കേസിലെ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോഴും പുറത്തു വരാനുണ്ട്. എന്താണത്? വർഗീസ് ചോദിച്ചു. മാധവമേനോൻ്റെ വീട്ടിൽ നിന്നും കാണാതായ ആ മരതക ആന. അത് നീലിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല.
മരിച്ച വക്കീലിൻ്റെ പക്കലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എവിടെ? മഴ തോർന്നിരുന്നുവെങ്കിലും കടൽ അപ്പോഴും പ്രക്ഷുബ്ധമായിരുന്നു. വർഗീസ് തൻ്റെ ടീമിനെ ലൈറ്റ് ഹൗസിന് ചുറ്റും വിന്യസിച്ചു. ശ്രീനാഥ് എന്നെയും കൂട്ടി ആ വലിയ ഗോപുരത്തിന് താഴെയെത്തി. അവിടെ മണലിൽ ഒരു ചെറിയ മോട്ടോർ ബോട്ടിൻ്റെ പാടുകൾ കണ്ടു. അവൻ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ശ്രീനാഥ് തൻ്റെ ടോർച്ച് വെളിച്ചം മണ്ണിലേക്ക് വീശി. പക്ഷേ അവൻ ഒറ്റയ്ക്കല്ല. ഇവിടെ മറ്റൊരു ജോഡി കാലടികൾ കൂടിയുണ്ട്. അത് വളരെ ചെറുതാണ്, ഒരു സ്ത്രീയുടേതുപോലെ. ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ ചെന്ന് കണ്ട കാഴ്ച ഞങ്ങളെ ഞെട്ടിച്ചു. ലൈറ്റ് ഹൗസിൻ്റെ വലിയ ലെൻസിന് സമീപം ഒരാൾ ഇരിക്കുന്നു. അത് നീൽ ഡിക്രൂസ് ആയിരുന്നില്ല. അത് മാധവ മേനോൻ്റെ വീട്ടിലെ വിശ്വസ്തനായ കാര്യസ്ഥൻ പത്മനാഭനായിരുന്നു. അയാളുടെ കൈകളിൽ ആ തിളങ്ങുന്ന മരതക ആന ഉണ്ടായിരുന്നു. പത്മനാഭൻ, നിങ്ങളെന്താണ് ഇവിടെ? വർഗീസ് തോക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. പത്മനാഭൻ ശാന്തനായി തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം ലഹരിയായിരുന്നു. മാധവ മേനോൻ ഒരു ചതിയനായിരുന്നു സർ. അയാൾ ജോസഫ് സാറിനെ ചതിച്ചത് ഈ വിഗ്രഹത്തിന് വേണ്ടിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഡിക്രൂസ് കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു. അപ്പോൾ നീൽ നിങ്ങളെ സഹായിക്കുകയായിരുന്നോ? ഞാൻ ചോദിച്ചു. സഹായമോ? പത്മനാഭൻ ചിരിച്ചു. നീലിന് പ്രതികാരം മാത്രമായിരുന്നു ലക്ഷ്യം. എനിക്ക് വേണ്ടത് ഇതിൻ്റെ മൂല്യമാണ്. നീലിനെ ഞാൻ ഇവിടെ എത്തിക്കാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ അവൻ വഴിയിൽ വെച്ച് കൊല്ലപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ശ്രീനാഥ് പത്മനാഭൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. പത്മനാഭൻ, നീൽ മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ അവനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മറന്നു. ഈ ലൈറ്റ് ഹൗസിൻ്റെ താഴത്തെ അറയിൽ ഞാൻ ചിലത് കണ്ടു. പെട്ടെന്ന് പിന്നിലെ നിഴലിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വന്നു. നീൽ ഡിക്രൂസ്. അയാളുടെ വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നിരുന്നു. കയ്യിലൊരു കഠാരയുണ്ടായിരുന്നു. പത്മനാഭൻ, വിഗ്രഹം എനിക്ക് തരൂ, നീൽ ആജ്ഞാപിച്ചു. ഇത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണ്. ഇല്ല നീൽ, ഇത് നിൽക്കാൻ ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. നിനക്ക് നിന്റെ പ്രതികാരം കിട്ടിയില്ലേ? ഇനി ഇത് എനിക്ക് വിട്ടുതരിക. പത്മനാഭൻ പിന്നിലേക്ക് നീങ്ങി. സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് നീൽ, മറുവശത്ത് പത്മനാഭൻ. രണ്ടുപേരും പരസ്പരം വിശ്വസിക്കാത്ത പങ്കാളികൾ. ശ്രീനാഥ് ശാന്തനായി കൈകൾ കെട്ടി നിന്നു. പത്മനാഭൻ, നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് യഥാർത്ഥ മരതക ആനയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാവരും ഒരുപോലെ ഞെട്ടി ശ്രീനാഥിനെ നോക്കി. എന്ത്? പത്മനാഭൻ വിഗ്രഹം സൂക്ഷിച്ചു നോക്കി. മാധവ മേനോൻ ഒരു കൗശലക്കാരനായിരുന്നു, ശ്രീനാഥ് വിശദീകരിച്ചു. യഥാർത്ഥ വിഗ്രഹം അദ്ദേഹം വളരെ സുരക്ഷിതമായ ഒരിടത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുത്തത് അതിൻ്റെ വെറുമൊരു സ്ഫടിക പകർപ്പ് മാത്രമാണ്. അതിൻ്റെ അടിയിൽ നോക്കൂ, ഒരു ചെറിയ സീൽ കാണാം. പത്മനാഭൻ പരിഭ്രമത്തോടെ വിഗ്രഹം തിരിച്ചു നോക്കി. ആ നിമിഷം ശ്രദ്ധ തെറ്റിയതും നീൽ പത്മനാഭൻ്റെ മേൽ ചാടി വീണു. അപ്പോൾ യഥാർത്ഥ വിഗ്രഹം എവിടെ? പത്മനാഭൻ തകർന്നുപോയി. നീൽ അയാളുടെ കഴുത്തിന് നേരെ ഘടാര പിടിച്ചു. നീ എന്നെ ചതിച്ചു പത്മനാഭ, നീൽ ആക്രോശിച്ചു. അച്ഛൻ്റെ അവസാന അടയാളം എവിടെയാണെന്ന് നിനക്കറിയാം എന്ന് കരുതിയാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. എല്ലാവരും ശാന്തരാകൂ. ശ്രീനാഥ് തൻ്റെ പതിവ് ഗാംഭീര്യത്തോടെ മുന്നോട്ട് വന്നു. നീൽ, നിന്റെ അച്ഛൻ ഒരു ചതിയനല്ലായിരുന്നു. അദ്ദേഹം മാധവ മേനോൻ്റെ സുഹൃത്തായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഈ വിഗ്രഹം സംരക്ഷിക്കുകയായിരുന്നു. സിൽവർ നൈറ്റ് ഗ്രൂപ്പിൻ്റെ തകർച്ചയിൽ നിന്നും ഈ നിധി രക്ഷിക്കാൻ അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു അത്. നീൽ കഠാര താഴ്ത്തി. അവൻ്റെ കണ്ണുകളിൽ സംശയം നിഴലിച്ചു. നിങ്ങൾ എന്താണ് പറയുന്നത്? നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ല നീൽ, അദ്ദേഹം കൊല്ലപ്പെട്ടതാണ്. ഈ പത്മനാഭൻ അന്ന് മാധവ മേനോൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരു നിഴലായിരുന്നു. അച്ഛനെ പുഴയിലേക്ക് തള്ളിയിട്ടത് ഇയാളാണ്. മാധവ മേനോന് പക്ഷാഘാതം വന്നപ്പോൾ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് പത്മനാഭൻ മനസ്സിലാക്കി. അപ്പോഴാണ് ഈ വിഗ്രഹം മോഷ്ടിക്കാൻ ഇയാൾ നീലിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ചത്. പത്മനാഭൻ്റെ മുഖം വിളറി വെളുത്തു. അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഇൻസ്പെക്ടർ വർഗീസ് അയാളെ തടഞ്ഞു. ശ്രീനാഥ്, അപ്പോൾ യഥാർത്ഥ വിഗ്രഹം എവിടെയാണ്? ഞാൻ ചോദിച്ചു.
ശ്രീനാഥ് തൻ്റെ പോക്കറ്റിൽ നിന്നും നേരത്തെ മാധവ മേനോൻ്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ആ ചെറിയ കറുത്ത കുതിരയെ പുറത്തെടുത്തു. മാധവ മേനോൻ തൻ്റെ വായക്കുള്ളിൽ ഇത് തിരുകി വെച്ചത് ഒരു അടയാളമായിരുന്നു. ഇത് വെറുമൊരു ചതുരംഗ കരുവിനുള്ളതല്ല. ശ്രീനാഥ് ആ കരുവിൻ്റെ തലഭാഗം ഒന്ന് തിരിച്ചതും അതിനുള്ളിൽ നിന്നും തിളങ്ങുന്ന ഒരു ചെറിയ താക്കോൽ പുറത്തു വന്നു. മേനോൻ്റെ മുറിയിലെ ആ വലിയ ചതുരംഗ പലക ഓർമ്മയുണ്ടോ? അതിലെ B3 എന്ന കളം യഥാർത്ഥത്തിൽ ഒരു രഹസ്യ അറയുടെ താക്കോൽ ദ്വാരമാണ്. സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ പോയപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു. നീലിന് കൊടുക്കാൻ വേണ്ടി മേനോൻ ഒരുക്കിയതായിരുന്നു അത്. പക്ഷേ പത്മനാഭൻ അത് വിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ മാധവ മേനോനെ കൊന്നത് നീൽ തന്നെയല്ലേ? വർഗീസ് സംശയത്തോടെ ചോദിച്ചു. അല്ല, ശ്രീനാഥ് പത്മനാഭനെ ചൂണ്ടി. നീൽ ജനലിലൂടെ ചാടിപ്പോയതിനു ശേഷം മേനോൻ ശ്വസിക്കാൻ പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ ക്ലോറോഫോം കലർന്ന പട്ടുറുമാൽ അമർത്തി ശ്വാസം മുട്ടിച്ചത് ഈ പത്മനാഭനാണ്. നീലിൻ്റെ മേൽ കുറ്റം ചുമത്താൻ അയാൾ കണ്ടെത്തിയ എളുപ്പ വഴിയായിരുന്നു അത്. സത്യം വെളിപ്പെട്ടതോടെ നീൽ തകർന്നുപോയി. തൻ്റെ അച്ഛൻ്റെ കൊലയാളിക്ക് വേണ്ടിയാണ് താൻ ഇത്രയും കാലം പ്രവർത്തിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇനി ഒരേയൊരു കാര്യം കൂടി ബാക്കിയുണ്ട്, ശ്രീനാഥ് പറഞ്ഞു. ആ യഥാർത്ഥ മരതക ആന സിദ്ധാർത്ഥിനും നീലിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അത് ഇപ്പോൾ ഇരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ പക്കലാണ്. കപ്പലിൽ നിന്ന് അവനെ മോചിപ്പിച്ചപ്പോൾ ഞാൻ ആ താക്കോൽ അവന് കൈമാറിയിരുന്നു. പെട്ടെന്ന് ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും സിദ്ധാർത്ഥ് മേനോൻ ഇറങ്ങി വന്നു. അവൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിൻ്റെ താഴെ തിരമാലകളുടെ ഇരമ്പലിനിടയിൽ സിദ്ധാർത്ഥും നീലും മുഖാമുഖം നിന്നു. സിദ്ധാർത്ഥിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി അവൻ സാവധാനം തുറന്നു. ഇരുട്ടിലും നിലാവെളിച്ചത്തിലും ആ മരതകാന ഒരു പച്ച നക്ഷത്രം പോലെ തിളങ്ങി. അതിൻ്റെ സൗന്ദര്യം കണ്ട് പത്മനാഭൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അത്യാഗ്രഹം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ അച്ഛനും നിങ്ങളുടെ അച്ഛനും ചേർന്ന് കാത്തു സൂക്ഷിച്ചതാണ്. സിദ്ധാർത്ഥ് നീലിന് നേരെ വിഗ്രഹം നീട്ടിക്കൊണ്ട് പറഞ്ഞു. പത്മനാഭൻ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച് നമ്മൾ ശത്രുക്കളായി. പക്ഷേ സത്യം ഇപ്പോൾ ശ്രീനാഥ് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. നീൽ ആ വിഗ്രഹത്തിൽ തൊട്ടു. അവൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ഞാൻ ഒരു കുറ്റവാളിയാണ് സിദ്ധാർത്ഥ്. പ്രതികാര ബുദ്ധിയിൽ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ല. നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇൻസ്പെക്ടർ വർഗീസ് പത്മനാഭൻ്റെ കൈകളിൽ വിലങ്ങ് വെച്ചു. പത്മനാഭൻ, കൊലപാതകം, വഞ്ചന, മോഷണം, ഈ കുറ്റങ്ങൾക്ക് നിങ്ങൾ ഇനി അഴിക്കുള്ളിൽ കഴിയാം. ശ്രീനാഥ് തൻ്റെ കോട്ടിൻ്റെ കോളർ ശരിയാക്കി കടലിലേക്ക് നോക്കി നിന്നു. കളി അവസാനിച്ചിരിക്കുന്നു അഞ്ജലി. ചതുരംഗപ്പലകയിൽ കരുക്കൾ എത്രയൊക്കെ നീക്കിയാലും സത്യത്തിൻ്റെ രാജാവിനെ വീഴ്ത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ ശ്രീനാഥ്, ഞാൻ ചോദിച്ചു, ആദ്യത്തെ കേസിൽ നീ പറഞ്ഞ ആ മുല്ലപ്പൂവ് അത് ആരുടേതായിരുന്നു? ശ്രീനാഥ് ഒന്ന് ചിരിച്ചു. അതൊരു രസകരമായ കാര്യമാണ്. അത് നീൽ വെച്ചതല്ല. മാധവ മേനോൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ഓർമ്മകൾക്കായി അവിടെ വെച്ചതാണ്. തൻ്റെ സുഹൃത്ത് ജോസഫ് ഡിക്രൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായിരുന്നു അത്. നീൽ വരുമെന്നും ഈ സത്യം മനസ്സിലാക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഫോർട്ട് കൊച്ചിയിലെ ആ പഴയ ബംഗ്ലാവിലേക്ക് ഞങ്ങൾ മടങ്ങി. മഴ പൂർണ്ണമായും മാറിയിരുന്നു. ആകാശം തെളിഞ്ഞു വന്നു. അടുത്തത് എന്താണ് ശ്രീനാഥ്? ചായക്കപ്പുമായി ഞാൻ ചോദിച്ചു. ശ്രീനാഥ് തൻ്റെ വയലിൻ എടുത്ത് മീട്ടിത്തുടങ്ങി. അടുത്തത് ഇൻസ്പെക്ടർ രാജേഷിന് അത്ര സുഖകരമല്ലാത്ത മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ തേയിലത്തോട്ടത്തിലെ ഒരു തിരോധാനം. തയ്യാറായിക്കോളൂ അഞ്ജലി, പുതിയൊരു കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ.